ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ റൂട്ട് സ്റ്റോറി. റൂട്ട് സ്റ്റോറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ കയ്യിലുള്ള പേഴ്സണൽ കളക്ഷനുള്ള ഓർക്കിഡ് പ്ലാന്റ് ആട്ടോ. ഇത്ര ഹെൽത്തി ആയിട്ട് ഇത്ര ലോങ് ആയിട്ട് പ്ലാന്റ്സ് വളരാൻ കൊടുക്കാൻ പറ്റുന്ന കിട്ടിയ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് ഞാൻ കാണിക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സിനും യൂസ് ചെയ്യുന്നൊരു വളം കേട്ടോ. ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്താൽ ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് ലീവ്സും പ്ലാന്റും വളരുകയും ചെയ്യും. കൂടാതെ ഒരുപാട് സ്പൈക്കുകൾ വരികയും ചെയ്യും. ഇപ്പോൾ സ്പൈക്ക് വരുന്നുണ്ടെങ്കിൽ 2-3 സ്പൈക്ക് വരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതുപോലെ നല്ല ചെടികൾ തഴച്ച് വളരാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫെർട്ടിലൈസറാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ഓർക്കിഡ് പ്ലാന്റ്സ്, അടിപൊളി ഫ്ലവറിലെ ഡെൻഡ്രോബിയം പ്ലാന്റ്സ് വേണമെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. കൂടാതെ ഡെൻഡ്രോബിയത്തിൻ്റെ മെച്ചൂർ പ്ലാന്റ്സും കുറച്ച് വെറൈറ്റീസ് അവൈലബിൾ ആണ്. 250 മുതൽ 300 വരെയാണ് നമ്മുടെ പ്രൈസ് റേഞ്ച് വരുന്നത് വേണ്ടവർക്ക്. അപ്പോൾ ഇതാട്ടോ ഫെർട്ടിലൈസർ, ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഈ ബോട്ടിൽ ഇരിക്കുക, അത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്ത് ഫെർട്ടിലൈസർ ആണെന്ന് കേട്ടോ. ഇതാണ് ഒരുപാട് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം കണ്ണടങ്ങിയിട്ടുള്ള ഒരു കിട്ടിലൻ വളമാണ് കേട്ടോ. നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ്. ഇതുപോലെ ഞാൻ ചെടികൾക്ക് കൊടുക്കുന്ന ഈ പ്ലാന്റ്സുകളാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഒരുപാട് റൂട്ട്സും ചിലതിലൊക്കെ ഒരുപാട് സ്പൈക്സും ഒക്കെ വന്ന് മിക്കതിൽ ഇപ്പോൾ ഫ്ലവർ വരെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റ്സ് ചിലതൊക്കെ. അപ്പം കിട്ടിലൻ വളമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ഒരു ഫെർട്ടിലൈസർ. അപ്പോൾ ഞാനിതൊരു 15 ഡേയ്സ് കൂടുമ്പോൾ ഓരോ ഫെർട്ടിലൈസേഴ്സും മാറി മാറി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൊടുക്കുന്ന ഒരു വളമാണിത്. കൂടാതെ നമുക്കിത് കൊടുക്കുക നോർമലി വളങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഒരു 1 ഗ്ലാസ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ കപ്പിൽ ജസ്റ്റ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. ഇപ്പം ഞാനിവിടെ ഒഴിച്ചാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോർമലി കൊടുക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇത് എന്ത് വളമാണെന്ന് പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ അരി കഴുകിയ വെള്ളം കേട്ടോ. അതിൽ ഒരുപാട് ഫോസ്ഫറസും പൊട്ടാഷ്യം കണ്ടൻറ്റും ഉണ്ട്. കൂടാതെ നൈട്രജൻ്റെ കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ ചെടികൾ നല്ല രീതിയിൽ തഴച്ച് വളരാനും നല്ല രീതിയിൽ സ്പൈക്സൊക്കെ പുതിയ സ്പൈക്സും ബ്രാഞ്ചസ് ആയിട്ടൊക്കെ സ്പൈക്കുകൾ വരാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു വളമാണ്. മുരടിച്ചൊക്കെ നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ സ്പൈക്കുകൾ ഇതുപോലെ നല്ല രീതിയിൽ ഒരൊറ്റ ടൈമിൽ തന്നെ വീണ്ടും ഫ്ലവർ സ്പൈക്സ് ഒക്കെ വരാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ്. കൂടാതെ നല്ല രീതിക്ക് തഴച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു വളം സീഡ്ലിംഗ് പ്ലാന്റ്സിനും വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നല്ല രീതിയിൽ ഇതുപോലെ സ്റ്റെംസൊക്കെ നല്ല രീതിയിൽ കനക്കാനും പെട്ടെന്ന് മെച്ചോർഡ് ആവാനൊക്കെ കൊടുക്കാൻ പറ്റുന്ന കിട്ടിലൊരു വളമാണ്. ഇതൊക്കെ സീഡ്ലിംഗ് പ്ലാന്റ്സ് ആട്ടോ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നല്ല ഫാസ്റ്റ് ഗ്രോത്തിനും ഇത്രയും ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്നതിന് കാരണം നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ ചെടിക്ക് നന്നായിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്താൽ മാത്രം പോരാ, നല്ല രീതിയിൽ വളരണമെങ്കിലും പൂക്കണമെങ്കിലും നന്നായിട്ട് NPK നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മളെ ചെടികൾക്ക് നന്നായിട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അഴുക്ക ഒരു ബക്കറ്റാണ്. നമ്മൾ വളങ്ങളൊക്കെ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ബക്കറ്റ്. ജസ്റ്റ് അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതുപോലത്തെ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലോ ഡൈല്യൂട്ട് ചെയ്യുന്ന കാര്യം. സോ അതിനകത്തൊക്കെ വേണ്ടി ഞാൻ കാണിക്കുന്നത്, ഞാൻ ഈ വളം ഇന്ന് കൊടുക്കുന്നുണ്ട് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒഴിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. സ്പ്രേ ചെയ്യുന്നില്ല, ഒഴിച്ചാണ് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. ഇതിലിപ്പം ഈ ഒരു ബോട്ടിലാണ് വളം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ച വളമാണ്. ഇതിപ്പോൾ ഒരു 2-3 ദിവസം ആയതാട്ടോ. 2-3 ദിവസം ആയ വളമാണ് എടുക്കുക. ഈ ഒരു കുപ്പിയിലോട്ട് ഈ ഒരു ബക്കറ്റിലോട്ട് കുറച്ച് വയ്ക്കുക. ഈ ബക്കറ്റ് ഫുൾ ഒഴിക്കാത്ത വെച്ചാൽ പൊട്ടിയിരിക്കുക. ഇതിൽ ജസ്റ്റ് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ല, വളരെ കുറച്ച് ഒഴിച്ചിട്ട് ഇതിന് ഇരട്ടി ഒരുപാട് വെള്ളം ചേർക്കണം. ഇരട്ടി ഒരുപാട് വെള്ളം ചേർത്തിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാൻ. ഒരു കാരണവശാലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. എക്സ്ട്രാ ഇരട്ടി 2 കപ്പ് വെള്ളം ആണ് ഞാൻ അതിനകത്ത് ഒഴിച്ചേക്കുന്നത്. വെള്ളം ചേർത്ത് എന്നിട്ട് നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ചുവട്ടിലും ഇലയിലൊക്കെ വീഴുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതാകുമ്പോൾ നല്ല രീതിയിൽ ചെടികൾക്ക് വളങ്ങൾ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഇപ്പം ഞാൻ സ്പ്രേ ചെയ്യുന്നില്ല. ഞാൻ ഇതുപോലെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈ ഒരു വളം നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചെടിക്ക് നന്നായിട്ട് റൂട്ട്സും നല്ല രീതിക്ക് ഗ്രോത്തും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വളം കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ. ഞാൻ ഇന്ന് ഈ എൻ്റെ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാൻ പോകുന്ന വളവ്
ഇപ്പം നിങ്ങൾ വീട്ടിൽ കാണിക്കാൻ വേണ്ടി ഞാൻ വളരെ കുറച്ചെടുത്ത് ജസ്റ്റ് കാണിച്ചു തന്നതാണ് കേട്ടോ എങ്ങനെയാണ് കൊടുക്കുന്നത്. കൂടാതെ ഇത് കൊടുക്കുമ്പം രാവിലെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ ഏർലി മോർണിംഗിൽ ജസ്റ്റ് എന്താ പ്ലാന്റ്സിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ വെയിൽ വരുമ്പോൾ പ്ലാന്റ് അബ്സോർബ് ചെയ്തെടുക്കും. നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതോടൊപ്പം തീർച്ചയായിട്ടും ഡെൻഡ്രോബിയം ഫ്ലവറുള്ള പ്ലാന്റ്സ് എല്ലാവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ പ്ലാന്റ്സ് ഇപ്പോൾ സെല് ചെയ്യുന്നത്. വേണ്ടവർക്ക് വാട്സപ്പിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതോടൊപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.